ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താ ആലോചിക്കാൻ? ഗൾഫിലെ ചൂടും കഷ്ടപ്പാടും സഹിച്ച് വീഴാതെ തളരാതെ ഞാൻ പിടിച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു, അവളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അവളുടെ മുഖം ഒന്ന് മനസ്സിൽ വന്നാൽ മതി, പിന്നെ ഞാനെല്ലാം മറക്കും. പക്ഷെ ഇപ്പോ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തളർന്ന പിന്നെ എങ്ങനെയാ? നഷ്ടപ്പെട്ടത് ഞങ്ങളെ മോള്. അന്ന് ഞാൻ പറഞ്ഞത് ഈ ഡോക്ടർ പഠിപ്പൊന്നും നമുക്ക് വേണ്ട. ആരും കേട്ടില്ല. ഈ ചതിയന്മാരുടെ ലോകത്ത് ഉപ്പാട് ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു ഉറങ്ങാൻ കിടന്ന എന്റെ മോള്. മോള് ഡോക്ടറാവണമെന്ന് അവളുടെ ആഗ്രഹത്തേക്കാൾ എൻ്റെ സ്വപ്നമായിരുന്നു. എനിക്ക് വേണ്ടിയാ അവളെ രാവും പകലും ഊണും ഉറക്കൊന്നുമില്ലാതെ പഠിച്ചത്. എൻ്റെ മോള് എന്നോട് ചോദിച്ചു, ഉപ്പ എനിക്ക് ഉറങ്ങാൻ കൂതിയാവണമെന്ന്. ഞാൻ പറഞ്ഞു, നീറ്റ് പരീക്ഷ കഴിഞ്ഞ നിനക്ക് സ്വസ്ഥായിട്ട് കിടക്കാലോ എന്ന്. അതൊരിക്കലും തിരിച്ചു വരാൻ തുറക്കാമെന്ന് കരുതിയില്ല നജീബ, കരുതിയില്ല. നജീബേ, ഞങ്ങളൊരു യാത്ര തുടങ്ങുകയാണ്. നാളെയുടെ മക്കൾക്ക് വേണ്ടി ആരുടെയും കച്ചവടമാകാതിരിക്കാൻ നാളെയുടെ മക്കൾക്ക് ഒരു കാവലാളായി ഞങ്ങളൊരു യാത്ര തുടങ്ങുകയാണ്. പാറ്റകൾ പെരുകും, വെളിച്ചം വീശും.